Any misadventure would lead to an action so strong that will affect the history and geography. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് റീസെൻ്റ്ലി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. സർ ക്രീക്ക് റീജിയനിൽ പാകിസ്ഥാൻ ആർമിയുടെ ആക്ടിവിറ്റി ഉയർന്നു വന്നപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടത്. എന്താണ് സർ ക്രീക്ക് അല്ലെങ്കിൽ സർ ക്രീക്ക് ഡിസ്പ്യൂട്ട്? വെൽക്കം ടു റൈസപ്പ് IAS. സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ലെറ്റ്സ് സീ വാട്ട് ആക്ച്വലി ഈസ് എ ക്രീക്ക്. ലാൻഡ് മാസിനോട് ചേർന്ന് ഒരു നാരോ ഇൻലെറ്റ് ഓഫ് വാട്ടർ, അതായത് ഓഷ്യനിൽ നിന്ന് ഒരു നാരോ ഇൻലെറ്റ് അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രീക്ക് എന്ന് പറയുക. അപ്പോൾ ഈ സർ ക്രീക്ക് ഈസ് ബേസിക്കലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ കച്ച് റീജിയണും പാകിസ്ഥാനിൻ്റെ സിന്ധ് റീജിയനും ഇടയിൽ വരുന്ന ഒരു നാരോ ഇൻലെറ്റ് ഓഫ് വാട്ടർ, ഇതാണ് സർ ക്രീക്ക്. ഏകദേശം 96 കിലോമീറ്റേഴ്സ് ലെങ്ത് വരുന്ന ഈ റീജിയൻ ഒരു മാർഷി ലാൻഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ ഒരു റീജിയന്. ഇവിടെ ടൈഡൽ ആക്ടിവിറ്റി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വേലിയേറ്റം വേലിയിറക്കം പോലുള്ള കാര്യങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാട്ടർ ലെവൽ എപ്പോഴും വേരിയിങ് ആണ്. അതുകൊണ്ട് തന്നെ ബോർഡർ മാനേജ്മെൻറ്റ് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു റീജിയനിൽ. ഇന്ത്യ പാകിസ്ഥാൻ പോലെ രണ്ട് സെൻസിറ്റീവായ കൺട്രീസിൻ്റെ ഇടയിൽ കിടക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇറ്റ് ഓൾവേസ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് സർ ക്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിസ്പ്യൂട്ട്? എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം? വിൽ സി. ഹിസ്റ്റോറിക്കലി പ്രീ ഇൻഡിപെൻഡൻറ്റ് ടൈം പീരീഡ് തൊട്ട് തന്നെ സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് നിലനിന്നിരുന്നു. അതായത് കച്ച് റീജിയനിലെ റൂളറും സിന്ധ് റീജിയൻ റൂളറും തമ്മിൽ സർ ക്രീക്കിൻ്റെ പേരിൽ ഡിസ്പ്യൂട്ട്സ് പ്രീ ഇൻഡിപെൻഡൻറ്റ് ടൈം പീരീഡ് ഓൾമോസ്റ്റ് 1908 ടൈം പീരീഡിൽ തൊട്ട് തുടങ്ങിയിരുന്നു. അതായത് ഈ ഭാഗത്തുള്ള ഫയർവുഡ് കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങിയത്. ആ കോൺഫ്ലിക്റ്റ് സൊല്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത്, ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണുള്ള സമയത്ത്, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇടയിലുള്ള ബോംബെ പ്രസിഡൻസി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വെച്ചു, 1914 ബോംബെ റെസൊല്യൂഷൻ. സോ ഈ റെസൊല്യൂഷൻ വഴി സർ ക്രീക്കിൻ്റെ സിന്ധും കച്ചും തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ആ റെസൊല്യൂഷൻ തന്നെ ഇത്തിരി ആംബിഗസ് ആയിരുന്നു. അതായത് ആ റെസൊല്യൂഷനിലെ 9th പാരഗ്രാഫിൽ ഈ സർ ക്രീക്കിൻ്റെ ബൗണ്ടറി ഈസ്റ്റേൺ ഭാഗത്തേക്ക് നീക്കിയാണ് വെച്ചത്. അതായത് സർ ക്രീക്കിൻ്റെ ഈസ്റ്റേൺ ഭാഗം എന്ന് പറയുമ്പോൾ ക്രീക്കിലെ വാട്ടർ ബോഡി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗവും സിന്ധിന് വരും. ബാക്കി ക്രീക്കിൻ്റെ ആ ഒരു കോസ്റ്റ് തൊട്ടുള്ള ഭാഗം മാത്രമേ കച്ചിനുള്ളൂ എന്ന രീതിയിലായിരുന്നു 9th പാരഗ്രാഫിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ആ റെസൊല്യൂഷൻ്റെ 10th പാരഗ്രാഫിൽ ക്രീക്കിൻ്റെ സെൻറ്ററിൽ വെച്ച് നടുക്ക് വെച്ച് ഡിവൈഡ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അതായത് ആ വാട്ടർ ബോഡിയുടെ പകുതി കച്ച് റീജിയനും പകുതി സിന്ധ് റീജിയനും. അതായത് ഒരേ റെസൊല്യൂഷനിൽ തന്നെ രണ്ട് രീതിയിലുള്ള ഒരു സോൾവിംഗ് മെക്കാനിസം മുന്നോട്ട് വന്നപ്പോൾ അത് ഒരു കൺഫ്യൂസിങ് റെസൊല്യൂഷനായി മാറി. അപ്പോൾ ഈ റെസൊല്യൂഷനെ ചൊല്ലിയാണ് ഇവിടുത്തെ പ്രോബ്ലം തുടങ്ങിയത്. ആൻഡ് ദിസ് പ്രോബ്ലം കണ്ടിന്യൂഡ് ഈവൺ ആഫ്റ്റർ പാർട്ടീഷൻ. പാർട്ടീഷന് ശേഷം പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് ആ റെസൊല്യൂഷൻ 9th പാരഗ്രാഫിൽ പറഞ്ഞതുപോലെ തന്നെ ബൗണ്ടറി സർ ക്രീക്കിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ തന്നെ പ്ലേസ് ചെയ്യണമെന്നും സർ ക്രീക്കിൻ്റെ ആ വാട്ടർ ബോഡി അടക്കമുള്ള ഭാഗം പാകിസ്ഥാന് വിട്ടു നൽകണമെന്നായിരുന്നു. എന്നാൽ ഇന്ത്യ പറയുന്നത് സർ ക്രീക്കിൻ്റെ നടുവിലുള്ള ഈ ഒരു ഡിവിഷനാണ് നമുക്ക് ബേസിക്കലി ഫോളോ ചെയ്യാൻ പറ്റുക അണ്ടർ താൽവെഗ് പ്രിൻസിപ്പിൾ. താൽവെഗ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോഡീസിന് ചൊല്ലി രണ്ട് നൈബറിംഗ് കൺട്രീസ് തമ്മിൽ ഇഷ്യൂ വരികയാണെങ്കിൽ ആ വാട്ടർ ബോഡിയുടെ ഡീപ്പസ്റ്റ് പാർട്ട്, പൊതുവെ സെൻട്രൽ പാർട്ട് ആയിരിക്കുമല്ലോ, ആ ഭാഗത്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് രണ്ടു പേർക്കും ഈക്വലി കിട്ടുന്ന പോലെ ആയിരിക്കും ഏകദേശം വരുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ സർ ക്രീക്കിനെയും നേരെ പകുതി വെച്ച് ഡിവൈഡ് ചെയ്യാമെന്നും പകുതി ഭാഗം ഇന്ത്യക്കും പകുതി ഭാഗം പാകിസ്ഥാനും ഉപയോഗിക്കാമെന്നായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ്. എന്നാൽ പാകിസ്ഥാൻ ആരും തയ്യാറായിരുന്നില്ല. വാട്ട് ദേ വാണ്ട് ഇസ് ദി എൻറ്റയർ സർ ക്രീക്ക്. ആ ഇഷ്യൂ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു സൊല്യൂഷൻ ഇല്ലാതെ. അങ്ങനെ in 1965 we had a war, India-Pakistan war. ഈ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ വി ഹാഡ് സം മിലിറ്ററി ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആയിട്ട് സർ ക്രീക്ക് അവിടെ മാറുന്നൊരു അവസ്ഥ വന്നു. അവിടെ സർ ക്രീക്ക് ഉൾപ്പെടെയുള്ള വേറെ റീജിയന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ദാറ്റ് വാർ വാസ് എൻഡഡ് വിത്ത് എ 1968 ഇന്റർനാഷണൽ ട്രിബ്യൂണൽ. ഇന്റർനാഷണലി മറ്റു രാജ്യങ്ങൾ കൂടി വന്നിട്ട് ആ വാറിന്റെ കാര്യത്തിൽ സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ആ ഡിസ്പ്യൂട്ടഡ് റീജിയൻ, ആ ട്രൈബ്യൂണൽ പ്രകാരം ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ 1965 ഡിസ്പ്യൂട്ടഡ് റീജിയനിൽ 90% ഇന്ത്യക്ക് കൊടുക്കാമെന്നും 10% പാകിസ്ഥാന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഡിസ്പ്യൂട്ടഡ് റീജിയൻ കണക്ക് കൂട്ടിയപ്പോൾ അവിടെയും ട്രിബ്യൂണൽ സർ ക്രീക്കിനെ ഒഴിവാക്കിയിരുന്നു. കാരണം സർ ക്രീക്കിനെ പറ്റി കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറച്ചും കൂടി നെഗോഷിയേഷൻ വേണമെന്ന് പറഞ്ഞ് അവിടെയും സർ ക്രീക്കിന്റെ കേസിൽ ഒരു ഡിസിഷൻ എടുക്കാതെ പോയി. So still, Sir Creek is continuing as an issue between India and Pakistan. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ പോലൊരു രാജ്യം ഈ ചെറിയൊരു ക്രീക്കിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത്? അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ക്രീക്കിന് വേണ്ടി ബലം പിടിക്കുന്നത്?
വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സർ ക്രീക്ക് ഓർ ഹൗ സർ ക്രീക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാരിടൈം ബൗണ്ടറി കൺട്രോൾ ചെയ്യുവാൻ സർ ക്രീക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അറേബ്യൻ സീയിലെ മേജർ ഷിപ്പിംഗ് റൂട്ട്സിലേക്ക് ഒരു കൂടുതൽ ആക്സസ് കിട്ടുവാൻ സർ ക്രീക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഷിപ്പിംഗ്, നാവിഗേഷൻ പോലുള്ള കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും. സെക്കൻഡ്ലി, സ്ട്രാറ്റജിക്കലി സർ ക്രീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ മാപ്പിൽ കണ്ടല്ലോ, സിന്ധ് റീജിയൻ, അതായത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സിന്ധ് റീജിയനിലേക്ക് വളരെ അടുത്ത് കിടക്കുന്നതാണ് സർ ക്രീക്ക് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ആക്സസ് ഉണ്ടെങ്കിൽ പാകിസ്ഥാന്റെ മേജർ പോർട്ടായ കറാച്ചി പോർട്ടിലേക്ക് ഇന്ത്യക്ക് എപ്പോഴും ഒരു നോട്ടം കിട്ടുകയും ലൈക്ക് ഇൻ കേസ് എനി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈസ് ഗെറ്റിംഗ് എസ്കലേറ്റഡ്, ആ സമയത്ത് ലൈക്ക് നമുക്കൊരു സ്ട്രോങ് ഹോൾഡ് ആ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. സോ സ്ട്രാറ്റജിക്കലി കറാച്ചി പോർട്ടിനോട് വളരെയധികം ഇന്ത്യക്ക് ആക്സസ് കിട്ടുന്ന ഒരു റീജിയനാണ് സർ ക്രീക്ക് എന്ന് പറയുന്നത്. തേർഡ്ലി, ഇന്ത്യക്ക് ബോർഡർ സെക്യൂരിറ്റി കൺസേൺ ഉണ്ട്. നമുക്കറിയാലോ 26/11 അറ്റാക്സ്, അജ്മൽ കസബ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് അറേബ്യൻ സീയിലെ ഒരു ബോട്ട് വഴിയാണെന്ന് അറിഞ്ഞു. സോ നമുക്ക് അറേബ്യൻ സീ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ സെക്യൂരിറ്റി കൺസേൺസിന് വേണ്ടി സ്ട്രോങ് ആയി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സർ ക്രീക്ക് ബേസിക്കലി പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ലൂസ് എൻഡായി മാറും. അത് ഒഴിവാക്കുന്ന ലക്ഷ്യമുണ്ട്. സോ നാഷണൽ സെക്യൂരിറ്റിയും ഒരു ഇഷ്യൂ ആണ്. സോ ഇത്തരത്തിൽ മാരിടൈം ബൗണ്ടറിക്കും നാവൽ സ്ട്രാറ്റജിക്കും അതേപോലെ ബോർഡർ സെക്യൂരിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് സർ ക്രീക്ക് എന്ന് പറയുന്ന റീജിയൻ. ഇതുകൂടാതെ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് സിഗ്നിഫിക്കൻസും ഉണ്ട്. സർ ക്രീക്ക് റീജിയൻ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്. നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്കും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫിഷറീസ് സെക്ടറിനും വളരെയധികം കാര്യമായ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സർ ക്രീക്ക് റീജിയന് പറ്റും. സോ എക്കണോമിക്കലി സർ ക്രീക്ക് റീജിയൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്. ഇതുകൂടാതെ ഈ റീജിയനിൽ ധാരാളം അൺടാപ്ഡ് റിസോഴ്സസ് ഉണ്ട്. നമുക്ക് ധാരാളം റിസോഴ്സസ് അവിടെ ഇനിയും വി ആർ യെറ്റ് ടു എക്സ്പ്ലോർ ആൻഡ് വി ക്യാൻ എക്സ്പ്ലോയിറ്റ്. അപ്പോൾ അത്തരത്തിൽ അൺടാപ്ഡ് റിസോഴ്സ് ധാരാളം ഉള്ളത് കൊണ്ട് സർ ക്രീക്ക് റീജിയന്റെ കൺട്രോൾ കിട്ടുന്ന രാജ്യങ്ങൾക്ക് അത്രയും റിസോഴ്സ് പൊട്ടൻഷ്യൽ കൂടുതലാണ് ചെയ്യുക. ദെൻ എക്കോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. മൈഗ്രേറ്ററി ബേർഡ്സിന്റെ പാറ്റേൺ ഉണ്ട്. അതേപോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആണ്. എക്കോളജിക്കലിയും സിഗ്നിഫിക്കൻ്റ് ആണ് സർ ക്രീക്ക് എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്കറിയാലോ UN ക്ലോസ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം വെച്ചിട്ടാണ് രാജ്യങ്ങളുടെ മാരിടൈം ബൗണ്ടറി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. UN ക്ലോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ബേസ് ലൈൻ, അതായത് പൊതുവെ ആ രാജ്യത്തിന്റെ കോസ്റ്റ് ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ ആ രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണ്. അതായത് 200 നോട്ടിക്കൽ മൈൽ വരെ അവിടെ അവൈലബിൾ ആയ എല്ലാ ലിവിങ് നോൺ ലിവിങ് റിസോഴ്സിനെയും ആ രാജ്യത്തിൽ ഉൾപ്പെടുത്താം. സോ സർ ക്രീക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കൂടി നീണ്ട ഒരു EEZ ഇന്ത്യക്കായാലും പാകിസ്ഥാനായാലും ലഭിക്കുകയാണ്. ഓക്കെ, സോ ഇന്ത്യ ഇവിടെ പറയുന്ന സ്റ്റാൻഡ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നമുക്ക് സർ ക്രീക്ക് കംപ്ലീറ്റ്ലി വേണമെന്നല്ല, സർ ക്രീക്കിനെ സെൻട്രലിൽ നിന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഹാഫ് ആയിട്ട് എടുക്കാമെന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ ഈസ് ക്ലെയിമിംഗ് ഫോർ ദി എൻറ്റയർ സർ ക്രീക്ക് റീജിയൻ. ഓക്കെ, എന്തുകൊണ്ടാണ് സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് ഇത്രയും കാലമായി ഒരു സൊല്യൂഷൻ ഇല്ലാതെ നീണ്ടു പോകുന്നത്? വാട്ട് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സോൾവ് ദി സർ ക്രീക്ക് ഇഷ്യൂ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു വളരെ ഡിഫിക്കൽട്ടായ ഒരു ടെറൈൻ ആണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ടൈഡൽ ആക്ടിവിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വാട്ടർ ലെവൽ സെയിം ആയി നിൽക്കുന്ന റീജിയൻ അല്ല സർ ക്രീക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാട്ടർ ലെവൽ ഉയർന്നു നിൽക്കും, ചിലപ്പോൾ വാട്ടർ ലെവൽ താഴ്ന്നു നിൽക്കും. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ബൗണ്ടറി ഡിമാർക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ്ലി, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിലുള്ള പ്രശ്നം, ലൈക്ക് ഫ്രീക്വന്റ് ഡിസ്പ്യൂട്ട്സ് വരുന്ന രണ്ട് രാജ്യങ്ങളാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, അതൊരു പ്രോബ്ലമാണ്. ദെൻ വി ഹാവ് ഫ്രീക്വന്റ് ഫിഷർമാൻ ക്രോസിങ്സ്. അതായത് ഫിഷർമാൻ പൊതുവെ ലൈക്ക് ഈ ഒരു ഡിസ്പ്യൂട്ടഡ് റീജിയൻ കൃത്യമായിട്ട് അറിയാതെ ഇവിടുന്ന് പാകിസ്ഥാൻ റീജിയനിലേക്ക് ക്രോസ് ചെയ്യുകയും തിരിച്ച് ക്രോസ് ചെയ്യുകയും വരുമ്പോഴുള്ള ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരുന്നു. അപ്പോൾ ബേസിക്കലി ഒരു ഡിസ്കഷൻ പോസിബിലിറ്റി അത്രയും ഓപ്പൺ ആയിട്ട് അവിടെ കിട്ടുന്നില്ല. ദെൻ സ്ട്രാറ്റജിക് കൺസേൺസ്, രണ്ട് രാജ്യങ്ങൾക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല സർ ക്രീക്കിന്റെ കാര്യത്തിൽ. അതായത് പാകിസ്ഥാൻ ബേസിക്കലി ഹാഫായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും താല്പര്യമില്ല, ഇന്ത്യക്ക് കംപ്ലീറ്റ്ലി പാകിസ്ഥാൻ കൊടുക്കാനും താല്പര്യമില്ല. സോ നെഗോഷിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സോ സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് സോൾവ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. സോ ഇത്തരത്തിലൊരു റീജിയൻ, എക്കണോമിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയ റീജിയൻ, സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ റീജിയൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ കോൺഫ്ലിക്ട് നിൽക്കുന്നതുകൊണ്ട് അൺസർട്ടൻ ആയി നിൽക്കുകയാണ്. It's important for both the countries to solve the issue so that both of them can utilize the economic potential of that region. ആ റീജിയനിൽ എക്കണോമിക് പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് അവിടുത്തെ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഫിഷിംഗ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനും രണ്ട് രാജ്യങ്ങൾക്ക് അത് സോൾവ് ചെയ്തേ പറ്റുള്ളൂ. ബട്ട് ഫ്രീക്വന്റ് ഇന്ററാക്ഷൻസ്, രണ്ട് രാജ്യം തമ്മിലുള്ള നെഗറ്റീവ് ഇന്ററാക്ഷൻസ് അത്തരത്തിലുള്ള പോസിബിലിറ്റിയെ നെഗറ്റീവായി മാറ്റുന്നു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. We'll see in future how India and Pakistan is going to handle the Sir Creek dispute.